ഇതൊരു റഷ്യൻ ബാലേ കൊഞ്ചനം കാണിക്കണ ആ മക്കൾ എണീറ്റാ നമ്മ രാഘവമാമായി മാമ ശരീരത്തിൽ കയറിയതാണ് കണ്ടാ ആ നോക്കടി എന്ത് കാണിക്കുന്നു നോക്ക് പിന്നല്ലാതെ താടെ കട തുള്ളു കണ്ടില്ലേ അപ്പൂപ്പ എന്നാ ചായ കുടിക്ക് വേണ്ട മക്കളെ വേണ്ട എന്താ ഭയങ്കര പല്ല് തന്നെ മക്കളെ ഭയങ്കര പല്ല് തന്നെ പല്ല് പോയത് അരെ പല്ല് എവിടെ ഇരിക്കുന്നത് എടാ കടവാടി ഒരു കുറ്റിപ്പല്ലടാ കേടില്ലടാ പക്ഷെ വേദന വന്ന് എന്റെ പൊന്നെ ഭയങ്കര വേദന സഹിക്കാൻ പറ്റിണ്ടേ പിന്നെ എന്തിനു സർവേ കല്ലോ നാട്ടി വെച്ചിരിക്കണ് ആടറങ്ങി പുല്ല് പിഴുതാൻ കള വടാർന്നു സർവേക്കല്ല ഡേയ് ഇപ്പൊ പഠിച്ച് പല്ലിളക്കണെങ്കിലേ നല്ല പൈസ ആവൂടെ മക്കളെ വായില് കമ്പി കുത്തി കയറ്റും പോലത്തെ വേദന മക്കളെ പണ്ട് പോലെ എനിക്ക് കടവായൊരു പല്ല് പോടായിരുന്നു ഭയങ്കര വേദനായിരുന്നു അല്ലേ അവസാനം ദേഷ്യം വന്നിട്ട് ബാവു എന്താ ചെയ്തെന്നറിയാമോ പല്ലിങ്ങനെ കൈവച്ച് പിഴുതങ്ങ് എടുത്തങ്ങ് കളഞ്ഞു അന്ന് വിരലിനൊക്കെ നല്ല ബലമല്ലേ ഞാൻ പിഴുതാൻ കളഞ്ഞു ചൈനയിൽ വിശ്വകരന്മാർ ഇതുപോലെയാണ് വിരൽ വെച്ചാണ് പല്ല് പിഴുതലാണ് എന്റെ പൊന്നു അത് ചൈന വരെ എത്തിയ പടി കടന്നു അങ്ങനെ വല്ല കഴിവ് കൊണ്ടിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ പല്ല് പിഴുതി കളഞ്ഞനെ അവിടെ കുഴിപ്പളത്തെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പല്ലുവേദന വരും പല്ലുവേദനയല്ല ഊനുവേദന അപ്പൊ എന്റെ ദിവസം ചോദിച്ചു മോളെ അറിയാവുന്ന പോലെ ക്ലിനിക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ ക്ലിനിക്കിലാമ ഞാൻ അവിടെ കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ചു കൊടുത്ത് എല്ലാം സെറ്റാക്കി അച്ഛാ അച്ഛാ പോയാ അച്ഛാ പല്ലുവേദനയല്ല ഊനുവേദനയായിരുന്നു ഇതിന് വേദന എടുക്കണോ തണുപ്പ് കഴിച്ചാലും ചൂട് കഴിച്ചാലും വേദന ഉണ്ടാവോ അണ്ണാ വല്ല ഗുളിയ മേടിച്ച് കഴിക്ക് മേടിക്കട്ടാ ഗുളിയ ഇടയ്ക്ക് ഗുളിക വാങ്ങിച്ച് കഴിച്ച് വേദനയൊന്നും കുറയുന്നില്ല കുറച്ചും കൂടെ നോക്കാം നോക്കിയിട്ട് എന്തായാലും ചുമ്മാ ഇതേപോലെ ചുമ്മാ ഇരിക്കാം അല്ല എന്തിനാ ഞാനേ അടുക്കളയിൽ പണിയുണ്ട് ഞാൻ പോട്ടെണ്ണ എന്തെങ്കിലും ആവശ്യമുണ്ടെ പറഞ്ഞാൽ മതിയേ വലച്ചു ഈ വേദന ഒന്നല്ല പിന്നെ ഒന്നിനും പറ്റില്ല ചുമ്മാ ഇങ്ങനെ അനങ്ങാതിരിക്കണം മകളെ വിളിക്കാതെ വരും വിളിക്കാതെ പോകും അതാണ് പല്ല് വേദന പിന്നെ എന്തിനാ ഈ വേദന അനുഭവിക്കണേ ഹോസ്പിറ്റലിൽ പോയിക്കൂടെ ഓ ഇത് വയസ്സായ കാലത്ത് എനിക്ക് വേണ്ടി പൈസ കളയണം എന്തിന് പാറുവേ ബാ പാല് തരാം അയ്യോന്നാ ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മ വിളിക്കും അപ്പൊ വീണ്ടും നീ അയ്യോന്നും പറഞ്ഞ് ഓടേണ്ട അവസ്ഥ വരും അതുകൊണ്ടാ പറഞ്ഞു ബാ എന്റെ കൂടെ വാ പാല് തരാം ബാ അയ്യോ വേണ്ട മക്കളെ വേണ്ട എന്റെ കൊച്ചിനെ മറ്റുള്ളവരുടെ വേദന കണ്ടോണ്ടിരിക്കാൻ പറ്റൂല എന്നെ പോലെയാണ് പാവല്ലേ ശങ്കരാപ്പൂപ്പൻ അല്ല പെട്ടെന്നൊക്കെ ഒന്ന് വയ്യാണ്ടായി കഴിഞ്ഞാലേ എന്ത് ചെയ്യും ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ റിമാൻഡ് വേണ്ടേ പിന്നാണെങ്കിൽ റിമാൻഡിന്റെ കയ്യിൽ പൈസയും കാണൂല ഇതാണ് പറയണത് നമുക്ക് ആവതുള്ള കാലത്ത് ജോലി ചെയ്ത് 10 കാശ് ഉണ്ടായി കഴിയുമ്പോൾ അത് അടിച്ചു പൊളിച്ച് നശിപ്പിച്ചേ കളയരുതെന്ന് ഇതേപോലുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അത് പ്രയോജനപ്പെടും എന്തോ നടത്തി അല്ല ശങ്കരണ്ണന് പല്ലുവേദനയെന്ന് അതാണ് പാറക്കുട്ടി അവിടെ അപ്പുവിന്റെ രോഗവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ആരാണ് ഇപ്പൊ ഇവിടുത്തെ ഡോക്ടർ ആർക്ക് വയ്യാണ്ടായാലും അവളെ പൊന്നു പോലെ നോക്കിക്കോളൂ കുടുംബത്തിൽ ഡോക്ടർ വേണമല്ലോ അമ്മോ ഓ നാളെ എനിക്കൊന്ന് തൃശ്ശൂർ ബാഞ്ചൂർ ഒന്ന് പോകേണ്ടി വരും കേട്ടാ നാളെ തന്നെ തിരിച്ചു വരും തൃശ്ശൂർ ബ്രാഞ്ചിൽ ചേട്ടനെ മാടി മാടി വിളിക്കുകയാണല്ലോ മിക്കവാറും അങ്ങോട്ടേക്ക് ഒരു ട്രാൻസ്ഫർ ഉണ്ടാവോ നാക്കെടുത്ത് വളയ്ക്കല്ലേട്ടാ ഉണ്ടായിരിക്കും അപ്പൂപ്പ ചായ എടുക്കട്ടെ എന്നാ ഓ പിള്ള പറഞ്ഞോണ്ട് വരലാത്തേ അല്ല പാറക്കുട്ടി കട്ടക്കാണല്ലോ അപ്പൂപ്പന്റെ കൂടെ അപ്പൂപ്പന്റെ അസുഖം കുറഞ്ഞാലേ ഞാൻ അപ്പൂപ്പനെ ഇവിടെ വിടൂ ആണാ അപ്പൂപ്പ ചായ കുടിച്ചു നോക്ക അപ്പൂപ്പ എങ്ങനുണ്ട് കുഴപ്പമില്ല മക്കളെ ബാക്കിയും കൂടെ കുടിക്ക് കുടിക്കാൻ മക്കളെ ആ കടവായാലും 1-2 പല്ലൂടെ കാണും അതും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ പോയാ മതിയായിരുന്നു ശല്യം എന്താ അപ്പൂപ്പ മക്കളെ വേദന എടുക്കണ് ഇതാ ചായ വേണ്ട എനിക്ക് വേദന തുടങ്ങി അപ്പോ ചിലർക്ക് ചൂട് കഴിച്ചാലും തണുപ്പ് കഴിച്ചാലും പല്ലുവേദന വരും എന്റെ അപ്പോ എന്തൊരു വേദന ഒരു ചിറ്റിയിലെടുത്തോണ്ട് വേണം അടിച്ച് പൊടിച്ച് കളയട്ടെ അതിനെ അണ്ണാ
നിങ്ങൾ ആശുപത്രിയിലും കേസിലൊന്നും പോകണ്ട. നിങ്ങൾ നേരെ ആര്യനായിട്ട് പോയിട്ട് ചേച്ചിയുടെ 2 വർത്താനൊക്കെ പറഞ്ഞാൽ അവരടിച്ച് പൊടിച്ചു തരും പല്ലി. ഡാ, നീ നിന്റെ ബൊമ്പർന്നാഥരെ മുമ്പ് ചെന്ന് 2 വർത്തമാനങ്ങൾ നിന്റെ കടവായിലോ പല്ലത്തിൽ അടിച്ചു കിടക്കും. അപ്പൊ ഇങ്ങനെ പറയാനൊന്നും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഇത് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ അത് കളയാൻ പാടില്ല. നേരത്തെ എന്തിനു വച്ചുകൊണ്ടിരിക്കണത്? വെറുതെ വീട്ടുകാരെ ശല്യപ്പെടുത്തുന്നതിന് വ്യാജന നമ്മൾ അനുഭവിച്ചാൽ പോരെ. ഓ, പാവ അപ്പൂപ്പൻ കേട്ടാ, നല്ല വേദനയുണ്ട്. വീട്ടിലാണെങ്കിൽ ഇങ്ങനെ എത്ര വേദന വന്നാലും മിണ്ടൂല. തങ്ക ചേച്ചി അറിഞ്ഞാലേ കൊന്നുകളയും. എങ്ങനെയാണെന്ന് പറയാണ്ടിരിക്കണേ? കുറെ കാണിച്ചു കൂട്ടിയതല്ലേ. ഇപ്പോഴാണ് 1-2 വർഷമായിട്ടുള്ള ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും കയ്യില് പൈസ വന്നോണ്ടല്ലോ അപ്പൂപ്പൻ രാജാവാ. ഒരു സമയത്ത് ഇങ്ങനെ ആര്യനടുത്ത നാട്ടുരാജാവായിരുന്നു. അതെ ചിറ്റപ്പ, ഒരാളൊരു അവസ്ഥ ഇരിക്കുമ്പോ അയാളെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ലെന്ന് അച്ഛൻ എപ്പോഴും പറയും. എന്റെ മക്കളെ അറിയാതെ പറഞ്ഞു പോയതാണേ. അപ്പൂപ്പനെ ഞാൻ ചായ കൊടുക്കണ്ടായിരുന്നു. പറഞ്ഞോളൂ, നീ എന്തിനാ അപ്പൂപ്പനെ ചായ കുടിക്കാൻ പറ്റുന്നു? അപ്പൂപ്പനും പല്ലാനും അറിയാനില്ലേ, നീ കഥയൊക്കെ പറഞ്ഞു തരും. കഥയാ? എന്തോന്ന് കഥ മക്കളെ പറഞ്ഞു തരണത്? അപ്പൂപ്പൻ കാട്ടി പോയ കഥ. ഓ, പഴയ വീരശൂര കഥകള്. എന്തായാലും ഞാനേ അപ്പൂപ്പനെ കൊണ്ട് എന്റെ ഫ്രണ്ടിന്റെ ക്ലിനിക്കിൽ കൊണ്ടിട്ട് പല്ലങ്ങ് എടുപ്പിക്കാം. നല്ല കാര്യം. ആ വേദന എങ്കിലും മാറട്ടെ. അങ്ങനെ കേശു പോയാലോടാ? പോയേക്കാം, നമ്മുടെ അപ്പൂപ്പന് വേണ്ടിയല്ലേ. ആ, എന്നാ ബാ.